നിങ്ങളൊരു സാംസങ് ഫാൻ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി എം സീരീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സാംസങ്ങിൻ്റെ എം സീരീസ് ഓൾമോസ്റ്റ് ഒരു നല്ല വാല്യൂ ഫോർ മണി ഫോണുകൾ തരുന്ന സീരീസാണ്. അതിലെ ഏറ്റവും പുതിയ അഡീഷനാണ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന M56. സോ ഈ ഒരു ഫോൺ സാംസങ്ങിൻ്റെ സീരീസിലെ നല്ല വാല്യൂ ഫോർ മണി ഫോണുകളുടെ ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യുന്നൊരു ഫോണാണെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഫോൺ സാംസങ് പതിവ് രീതിയിൽ തന്നെ ഒരു നല്ല വാല്യൂ ഫോർ മണി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആദ്യം അൺബോക്സിങ് ദ ഗാലക്സി M56 5G എന്ന ഫോണിൻ്റെ ബോക്സാണ്. ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതേപോലുള്ള പാക്കിംഗ് തന്നെയാണ്. നമുക്ക് നേരെ ഫോണാണ് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം. ഓക്കെ, ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നൈസായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാം. അതിന് മുമ്പ് ബോക്സിൽ വേറെ ഇതിൻ്റെ മുകളിലൊരു ചെറിയ ബോക്സ് ഉണ്ട്. ഈ ബോക്സിനകത്ത് ഡോക്യുമെൻറ്റേഷനും ചാർജിങ് കേബിളുമാണ് ഉണ്ടാവുക, നമുക്കറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. ഇതാ ഡോക്യുമെൻറ്റേഷൻ, കേബിൾസ് രണ്ടും ഉണ്ട് കേട്ടോ, ചാർജിങ് കേബിളും ഉണ്ട്. സോ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത്രയേ ഉള്ളൂ ബോക്സിൽ. ഫോൺ ദാ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാംസങ്ങിൻ്റെ ഗാലക്സി M56. എം സീരീസിൽ തന്നെ ഏറ്റവും പുതിയ ഒരു ഡിസൈനാണ്. നൈസായിട്ട്. പക്ഷേ ഈ ഫോണിൻ്റെ ഡിസൈനിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയണം. കാരണം ഈ ഒരു മിഡ് റേഞ്ച് ഏരിയയിൽ, മിഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഒരു 25,000 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഒരു നല്ല ക്യാമറയുള്ള ഫോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. സാംസങ് ഇവിടെ ആ ഒരു കാര്യമാണ് പരിഗണിക്കുന്നത്. കാരണം ഈ ക്യാമറ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കോംപ്രമൈസുകൾ വരാറുണ്ട് മിഡ് റേഞ്ച് ഫോണുകളിൽ. ഇവർ പറയുന്നത് അത്യാവശ്യം എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല ക്യാമറ, ഇത് 4K റെക്കോർഡിംഗ് അടക്കം ഫ്രണ്ടിലും ബാക്കിലൊക്കെ 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്ന നല്ല സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നതെന്നാണ്. സോ സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ 50 മെഗാപിക്സലാണ്. നിങ്ങൾക്ക് സാമ്പിൾസ് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്വാളിറ്റിയാണ്. 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ സാമ്പിൾ എന്താ ഇവിടെ കാണാം. വീഡിയോ 4K വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ സാമ്പിളാണ് ഇതായി കാണുന്നത്. മെയിൻ ക്യാമറ കൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. സെൽഫി ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇൻഡോർ ലൈറ്റിലും ഡേ ലൈറ്റിലും എടുത്ത സെൽഫി ക്യാമറ സാമ്പിൾ ഇമേജുകളൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സാംസങ്? നിങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ പ്രതീക്ഷിക്കത്തോ ഉയർന്നോ? സെൽഫി ക്യാമറയിലും 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാമ്പിളാണ് ഇതായി കാണുന്നത്. അതെങ്ങനെയുണ്ട് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്താൽ മതി. സംഗതി നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നൈറ്റോഗ്രാഫിയാണ് ഇതിൻ്റെ മെയിൻ ഘടകമായിട്ട് പറയുന്നത്. അതായത് നൈറ്റ് ഫോട്ടോസ് നല്ല ക്വാളിറ്റിയിൽ കിട്ടുമെന്നാണ്. ചില നൈറ്റ് സാമ്പിളുകൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് സംഗതി? ക്യാമറ വൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറാസാണ് ഈ ഒരു ഫോണിൽ വരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യുക. സോ ഈ ഫോണിൻ്റെ മെയിൻ ഘടകം അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് സാംസങ്ങിൻ്റെ M56 അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്യാമറയുടെ ഭാഗത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ ഒരുപാട് AI ഫീച്ചറുകൾ വരാറുണ്ട്. ഇവിടെയുമുണ്ട് AI ഇറേസർ. നമുക്ക് അൺവാണ്ടഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഇറേസർ എന്ന് പറയുന്ന ഈ സംവിധാനം വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ഇറേസ് ചെയ്ത് കളയാം. ഇമേജ് ക്ലിപ്പർ, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇമേജിൽ നിന്നും ഒരു ഭാഗം ക്ലിപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് ക്ലിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ എഡിറ്റ് സജഷൻസ്, നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയ്ക്ക് താഴെ എഡിറ്റ് സജഷൻസ് വരും. അതായത് ഗാലറിയിൽ നമ്മൾ ഈ ഫോട്ടോ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ എഴുതി വരും എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കണോ, അല്ലെങ്കിൽ ഇറേസ് റിഫ്ലക്ഷൻസ് റീമാസ്റ്റർ ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ തന്നെ എഴുതി കാണിക്കും. ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി മുകളിലേക്ക്. സോ അപ്പോൾ അങ്ങനെയുള്ള സജഷനുകൾ വരും, നമുക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ ഒരുപാട് AI സംവിധാനങ്ങളും ഇതിൻ്റെ ഗാലറിയുടെയും ഈ ഫോട്ടോയുടെയും ഭാഗത്തൊക്കെ വരുന്നുണ്ട്. സോ ക്യാമറ, AI ഫീച്ചേഴ്സ് രണ്ടും അത്യാവശ്യം നന്നായിട്ടുണ്ട്. സോ ക്യാമറ നല്ലൊരു സെറ്റപ്പുള്ളൊരു ഫോൺ നോക്കുന്നെങ്കിൽ പരിഗണിക്കാം അല്ലേ. ഓക്കെ, എനിക്കിതിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയ ക്യാമറയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം അത് പറഞ്ഞതാണ്. ഈ ഫോണിൻ്റെ ഡിസൈനിലേക്ക് വന്നാലും നല്ല പ്രീമിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. യാതൊരു പരാതിയും പറയാനില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. 7.2 mm ആണ് ഇതിൻ്റെ തിക്നെസ്. വളരെ സ്ലിമ്മായ ഫോണാണെന്ന സാരം. സ്ലിമ്മസ്റ്റ് ഫോണിൻ്റെ സെഗ്മെൻറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് നന്നായിട്ടുണ്ട്, മോശമൊന്നും പറയാനില്ല. ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. സോ സ്ട്രോങ് ആണ്. പ്രീമിയം ഗ്ലാസ് ബാക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഈ റേഞ്ചിൽ ഫോൺ എടുക്കുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലാസ്റ്റിക് അങ്ങനെയൊന്നുമല്ല, ഗ്ലാസ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അതും ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് തന്നെയാണ്. സോ സ്ട്രോങ് ആണ്. ഗ്ലാസ് പ്രീമിയം ഫിനിഷും ഉണ്ട്. ഇത് 2 കളറിലാണ് വരുന്നത്, ലൈറ്റ് ഗ്രീന് പിന്നെ ഒരു ബ്ലാക്ക്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഫ്രണ്ടിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഇവിടെ കാണാം. താഴെ ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ലൊക്കെ കാണാം. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, മുകളിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. അതുപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. അതിൻ്റെ പെർഫോമൻസ് ഇവിടെ കാണാം. സോ അതൊക്കെ നൈസായിട്ടുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഓവറോൾ നല്ല ഡിസൈനാണ്, നല്ല ക്യാമറയുണ്ട്. പെർഫോമൻസോ അത് മോശമല്ല. സാംസങ്ങിൻ്റെ 1480 അതായത് Exynos 1480 എന്ന് പറയുന്ന പ്രോസറാണ്. അത് അത്യാവശ്യം നല്ല പ്രോസറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഗെയിമും ഇതിനകത്ത് കളിക്കാം. സോ ഗെയിമിങ്ങിന് കൂടി പറ്റിയൊരു ഫോണാണെന്ന് പരിഗണിക്കാവുന്നതാണ്. 735K റേഞ്ചുള്ള ആൻറ്റിറ്റി സ്കോറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കിട്ടുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. ആൻറ്റിറ്റി സ്കോർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. സോ ഈ റേഞ്ചിലുള്ള ഒരു ആൻറ്റിറ്റി സ്കോർ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ത്രോട്ടിൽ ടെസ്റ്റ് നമ്മൾ നടത്തി നോക്കി. നിങ്ങൾക്ക് ഇവിടെ കാണാം ത്രോട്ടിൽ ടെസ്റ്റിൻ്റെ റിസൾട്ട്. സോ ഈ രീതിയിലുള്ളൊരു ത്രോട്ടിൽ ടെസ്റ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കിത് മതിയൊന്ന് നോക്കുക. ടെമ്പറേച്ചർ നമ്മൾ അത്യാവശ്യം ഗെയിം കളിച്ചു നോക്കി. ആ ഗെയിം കളിക്കുന്നിടയിൽ വന്ന ടെമ്പറേച്ചർ ലെവൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. കണ്ടോ?
സോ അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡീസൻ്റായ ടെമ്പറേച്ചർ ലെവലാണ് വരുന്നത്. സോ അപ്പോൾ അതിലും വേറെ വിഷയങ്ങളൊന്നുമില്ല. സോ അപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ ഗെയിം കളിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു സെറ്റപ്പാണ്. സോ വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതിൻ്റെ UI കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 1 UI 7 ആണ്. ഓൾറെഡി ബെസ്റ്റ് UI എന്ന് പേര് കേട്ട UI ആണ്. അതിൽ നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ യാതൊരു ഇഷ്യൂസും ഇല്ല. 6th ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6th ഇയർ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഇതിൽ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ലോങ് ടൈമിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് M56 അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ റാമും സ്റ്റോറേജും ഒന്നും ഇത്തവണ മോശമാക്കിയിട്ടില്ല. LPDDR5X റാം തന്നെ കൊടുത്തിട്ടുണ്ട്. UFS 3.1 സ്റ്റോറേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ സെഗ്മെൻറ്റിൽ ബെസ്റ്റാണ്. സോ പെർഫോമൻസും അത്യാവശ്യം മോശമല്ലാതെ തന്നെ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നു. സ്മൂത്തായ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗെയിം പ്ലേ ഒക്കെ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് BGM ഒക്കെ വേണമെങ്കിൽ കളിക്കാവുന്നതാണ് ഈ ഒരു ഫോണിൽ. സോ ഓവറോൾ ഡീസൻ്റായ പെർഫോമൻസ് കൂടി ഓഫർ ചെയ്യുന്നുണ്ട് ഗാലക്സി M56. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇത് 1 UI 7 ആണെന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ്, ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ടും നൗ ബാർ, എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലൈവ് ആക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നൗ ബാർ എന്ന് പറയുന്ന ഈ ബാറിൻ്റെ ഭാഗത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് അവിടെ കാണാം. നെക്സ്റ്റ് അടിക്കാം, മ്യൂസിക് ഒക്കെ ആണെങ്കിൽ നെക്സ്റ്റ് അടിക്കാം, പ്രീവിയസ് അടിക്കാം, അങ്ങനെ ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്ന നൗ ബാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻബിൽഡ് ജെമിനി തന്നെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ സാംസങ് വാലറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സാംസങ് വാലറ്റിൽ കാർഡുകൾ ആഡ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ സെക്യൂർ ഫോൾഡർ, നോക്ക് സെക്യൂരിറ്റി, ബിൽറ്റ് ഇൻ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഓട്ടോ ബ്ലോക്കർ തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ സാംസങ്ങിൻ്റെതായ ഡിഫോൾട്ട് ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സോ ടോട്ടലി പെർഫോമൻസ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതേപോലെ സോഫ്റ്റ്വെയറിൻ്റെ എക്സ്പീരിയൻസ്, 1 UI 7, അതേപോലെ സാംസങ് ഫീച്ചേഴ്സ് എല്ലാം കൂടി നോക്കിയാലും ഡീസൻറ്റ് പെർഫോമൻസും സാംസങ് ഈ ഫോണിൽ ഓഫർ ചെയ്യുന്നുണ്ട്. M56 മറക്കണ്ട. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ബാറ്ററി, ചാർജിങ്, ഇത് രണ്ടും പിടി കിട്ടിയല്ലോ. അതൊരു ഡീസൻറ്റ് ലെവൽ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ, അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ബെസ്റ്റ് ക്വാളിറ്റിയാണ്, യാതൊരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് കാണാൻ വിഷ്വൽ എക്സ്പീരിയൻസിലൊന്നും ഒരു പ്രശ്നവുമില്ല. വീഡിയോസൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 1200 nitsൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ ബ്രൈറ്റ്നസ്സിലും വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ വിഷൻ ബൂസ്റ്റർ പോലുള്ള കാര്യങ്ങളുണ്ട്. ബെസിൽസ് ഇത്തവണ M സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം കുറഞ്ഞ രീതിയിലുള്ളൊരു ബെസിൽസും കാര്യങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ തിന്നറായ ബെസിൽസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കുറേ കൂടി മോഡേൺ ആക്കിയിട്ടുണ്ട് ഡിസ്പ്ലേ എന്നും പറയാം. സോ മൊത്തത്തിൽ M സീരീസിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണായിട്ട് M56 മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷനാണ് എങ്കിലും M സീരീസിൻ്റെ ആ ഒരു രീതി, വാല്യൂ ഫോർ മണി ആയ ഒരു ഫോൺ കൊടുക്കുക എന്നുള്ള രീതി സാംസങ് ഇവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് കമൻറ്റ് ചെയ്യേണ്ടത്. എല്ലാവരും കമൻറ്റ് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ചൂസ് ചെയ്താൽ മതി. സോ മൊത്തത്തിൽ 25,000 രൂപ റേഞ്ചിലെ ഒരു ഫോൺ നോക്കുന്ന ആർക്ക് വേണമെങ്കിലും നോക്കാവുന്ന ഒരു തരക്കേടില്ലാത്ത സാംസങ്ങിൻ്റെ നല്ല ഫോണാണ് M56. പൊതുവെ 25,000 രൂപയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല ക്യാമറ സെറ്റപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. ബട്ട് ഈ ഒരു ഫോണിൽ ഫ്രണ്ട് ബാക്ക് ക്യാമറകൾ നല്ല ക്വാളിറ്റി ഫോട്ടോസും വീഡിയോസും 4K റെക്കോർഡിങ്ങും എല്ലാം സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ഫിനിഷും ഡിസ്പ്ലേയും Gorilla Glass Victus Plusൻ്റെ പ്രൊട്ടക്ഷനും അങ്ങനെ എല്ലാം നല്ല രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു നല്ല ഓൾറൗണ്ടർ സാംസങ് ഫോണാണ് M56 എന്നുള്ളതാണ് എൻ്റെ അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. 25,000 രൂപ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. പർച്ചേസ് ലിങ്ക് താഴെ കൊടുക്കാം. കൃത്യമായ പ്രൈസും ഓഫേഴ്സും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവർക്ക് പർച്ചേസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.